എല്ലാവർക്കും നൈസ് ആക്ഷൻ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കൂടെയുള്ളത് തമ്പി നാഗാർജുന സാറാണ്. സാറേ, കഴിഞ്ഞ ദിവസം നമസ്കാരം. കഴിഞ്ഞ ദിവസം സാർ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, പഞ്ചായത്തുകളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇത്ര കൂടുതൽ പറയാൻ എന്താണ്? പഞ്ചായത്ത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ലേ ഭരണങ്ങളൊക്കെ കാഴ്ചവെക്കണം? ഇത്ര പറയാനുണ്ടോ? നമസ്തേ. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഏറ്റവും അധികം ലോകം കോപ്പി ചെയ്തത് ഭാരതത്തിലെ പഴയ പഞ്ചായത്ത് രാജാണ്. അന്ന് പഞ്ചായത്ത് രാജ് നടത്തുന്നത് ധനാഠ്യനായ പഞ്ചായത്തിലെ ഒരു രാജാവിന് തുല്യമായ കലയെപ്പിളർക്കും കൽപ്പനകൾ ചെയ്യാൻ പറ്റിയ ഒരു സർപഞ്ച് കാണും. അപ്പം അയാളുടെ കാശിൽ നിന്നോ അയാളുടെ വരുമാനത്തിൽ നിന്നുമാണ് പഞ്ചായത്ത് നടത്തിയിരുന്നത്. അപ്പൊ പഞ്ചായത്തിന്റെ കോടതിയും എല്ലാം അവിടെ തന്നെ ആയിരുന്നു. അത് കോപ്പി ചെയ്ത് അതിനകത്ത് വിദേശികൾ വെള്ളം ചേർത്തു. കാര്യം, ധനാഠ്യനല്ലാത്ത ഒരാൾക്ക് പൊതുപ്രവർത്തനം സാധ്യമല്ലാത്ത രീതി കൂടെ ആകുകയും എന്നാൽ സാധാരണക്കാരനെ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോ അഴിമതിയുടെ കറപുരണ്ടു. അപ്പൊ സത്യസന്ധത ഇന്ന് പഞ്ചായത്തിലോ രാഷ്ട്രീയത്തിലോ ഇല്ല. അപ്പൊ സാറ് പറയണ കാരണം വെച്ചിട്ട് ഈ ഭരണത്തിലേക്ക് കയറിയിരിക്കുന്ന സ്ഥാനാർത്ഥികള് ആത്മാർത്ഥത ഇല്ലാന്നാണ്, സത്യസന്ധത ഇല്ലാന്നാണ് പറയണത് സാർ. അവര് 100% കള്ളത്തരം കാണിച്ചാൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ശരി. സാറ് പറഞ്ഞാലും ഒരു കാര്യം കറക്റ്റാണ് സാറേ. ഈ മെമ്പർ, പ്രസിഡന്റ്, ഇവരുമാർക്കൊക്കെ ശരിക്കും എത്ര ശമ്പളം ഉണ്ട്? 7500 രൂപ മുതൽ പ്രസിഡന്റിന് വേണ്ട 20-25,000 രൂപയാണ് ശമ്പളം. അപ്പോ ഇവിടെ വെറും കൂലിപ്പണി ചെയ്യുന്നത് ഒരാൾക്ക് വരെ ദിവസം 1000-1200 രൂപ ശമ്പളമുള്ള ഒരു രാജ്യത്ത് 7000 രൂപ എന്ന് പറയുമ്പോ ഒരു മാസം എത്ര വന്നിട്ടുണ്ട്? 7000 രൂപ. ഒരു മാസത്തേക്ക് 7000 രൂപ നിസ്സാരമായിട്ടുള്ള സംഭവം. അതായത് സിഗരറ്റിന്റെ കാശ് പോലും വന്നിട്ടില്ല. അതുമല്ല, മിനിമം 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ മുതൽ കോടികൾ വരെ മുടക്കിയിട്ടാണ് ഓരോരുത്തര് പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും കോർപ്പറേഷൻ സെക്രട്ടറിയും ഒക്കെ മെമ്പറും ഒക്കെ അയക്കുന്നത്. അപ്പൊ സാർ പറയണതിന്റെ കാരണം ഇത് ഒരു വലിയൊരു തട്ടിപ്പിന്റെ തുടക്കമായിട്ടാണ് ഇവരൊക്കെ കയറിയിരിക്കുന്നതാണ് സാർ പറയണേ. അവര് അടിച്ചു മാറ്റാനുള്ള ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അവര് ആ നിലയിലേക്ക് വന്നേക്കുന്നത്. അതിന് വേണ്ടുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുക, അവർക്ക് ന്യായമായ ശമ്പളം കൊടുക്കുക. ഇതിനൊക്കെ കാരണം വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു നയം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സർക്കാർ ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുണ്ട്. നടപ്പാക്കിയെടുത്തൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വേറെ കാര്യം.